നമ്മോട് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നമുക്ക് ഇഖ്ലാസ് വേണം എന്നതിനെ കുറിച്ചാണ്. അതിലേക്ക് ഞാൻ അവസാനം വരാം. സോഷ്യൽ മീഡിയകളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം മുസ്ലിം പെൺകുട്ടികൾ അവർ ധരിക്കുന്ന ശിരോവസ്ത്രത്തെക്കുറിച്ചും തലമറക്കുന്നതിനെ കുറിച്ചും തട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതൊരു തടസ്സമാണ്, അതൊരു ബന്ധസ്ഥനമാണ്, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ പോലെ നടത്തുന്ന യുക്തിവാദികൾ ഒരു ഭാഗത്ത് ഈ രീതിയിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയൊക്കെ ഒരു അസഹിഷ്ണുതയോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ വിദ്യാഭ്യാസമുണ്ട് എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും ഈ രീതിയിൽ പറയുന്ന ഈ ഒരു സാഹചര്യം, നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ഒരിക്കലും ഒരു തടസ്സമല്ല. അത് ഓരോ പെൺകുട്ടിയുടെയും ആത്മാഭിമാനത്തിന്റെ കിരീടമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത് തടസ്സമല്ല. കുലീനയായ നല്ല ഒരു സ്ത്രീയുടെ അടയാളമായി അവരുടെ ശരീരഭാഗങ്ങൾ മറ്റൊരാൾക്ക് പ്രദർശിപ്പിക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനും അത് പരിചയപ്പെടുത്തുന്നുണ്ട്. ലജ്ജാശീലം, നാണം, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാതെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത് ഒരു നാണമില്ലായ്മയാണ്. അത് ഒരാളിൽ ഉണ്ടെങ്കിൽ അവന് ഈമാനില്ല. ഈമാനുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലൂടെ നമ്മോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ഖുർആൻ സൂചിപ്പിക്കുകയാണ്, യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ, ഖുൽ ലി അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറയുക, വ ബനാതിക, അങ്ങയുടെ പെൺമക്കളോടും പറയുക, വ നിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ എല്ലാ സ്ത്രീകളോടും നബിയെ പറയുക. എന്താണ് പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ ജിൽബാബുകളെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് നബിയെ അവരോട് പറയുക. എന്താണ് ജലാബീബിഹിന്ന എന്ന ഈ ഖുർആനിന്റെ വചനത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. സ്ത്രീകളുടെ തലയും അവരുടെ കഴുത്തും അവരുടെ മാറിടവും ഒക്കെ മറയുന്ന രീതിയിലുള്ളതായ ഒരു വസ്ത്രം അത് ധരിക്കാൻ വേണ്ടി പറയുക. ഇതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം അവരുടെ ശരീരം ആകെ മൂടുന്ന ഒരു വസ്ത്രം എന്നും അതിന് കാണാം. ഏത് രീതിയിലാണെങ്കിലും ഖുർആനിന്റെ ഈ പ്രഖ്യാപനം ഒരു മുഅ്മിനായ മനുഷ്യൻ അംഗീകരിക്കൽ അത് നിർബന്ധമാണ്. നബി തങ്ങളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, നബി തങ്ങളെ ഉൾക്കൊള്ളുന്ന, നബി തങ്ങളെ വിശ്വസിക്കുന്ന, അല്ലാഹുവിനെ അംഗീകരിക്കുന്ന എല്ലാ സ്ത്രീകളോടും അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ ആ ജലാബീബുകൾ, ജിൽബാബുകൾ നിങ്ങൾ താഴ്ത്തിയിടുക. നിങ്ങളുടെ കഴുത്തും മാറിടവും തലയും ഒക്കെ മൂടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ വസ്ത്രം ധരിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ പറയുന്നത് എന്തിനാണെന്ന്? ദാലിക അദ്നാ അയ്യുറഫ്ന, അത് നിങ്ങൾ അറിയപ്പെടുന്നതിന് വേണ്ടിയാണ്. എങ്ങനെ അറിയപ്പെടുക? നല്ല രീതിയിൽ കുലീനതയുള്ള സൗഭാഗ്യവതിയായ നല്ല ഒരു സ്ത്രീയാണ്, തോന്നിവാസം ചെയ്ത് നടക്കുന്ന സ്ത്രീയല്ല. ഒരു നല്ല സ്ത്രീയുടെ പ്രത്യക്ഷമായ അടയാളമായി മനസ്സിലാക്കപ്പെടുന്നതിന് വേണ്ടി ഫലാ യുദീൻ,
അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഒരു അധിക്ഷേപിക്കാതിരിക്കാനും ഒരു സംരക്ഷണത്തിനൊക്കെ വേണ്ടിയാണത്. നമുക്ക് ശരിക്കും മനസ്സിലാകും. ചില സെലിബ്രിറ്റികളൊക്കെ ചില ഇന്റർവ്യൂസുകളിൽ പറയാറുണ്ട്, അവർ പുറത്തു പോകുന്നത് പർദ്ദയും നിഖാബും ഒക്കെ ധരിച്ചാണ്. എന്തിന്? ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി. അതാണ് ഇവിടെ യുവീന എന്ന ഈ ഖുർആനിന്റെ പദത്തിന്റെ അർത്ഥം. ശല്യങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരു സ്ത്രീകൾക്ക് അതിനെ തടയാൻ ഈ രീതിയിലുള്ള വസ്ത്രധാരണം, അവരുടെ തല, അവരുടെ കഴുത്ത്, മാറിടം, ഇതൊക്കെ മറക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചാൽ നിങ്ങൾക്ക് കഴിയും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. സ്ത്രീകളെയും പുരുഷനെയും എല്ലാ ജീവജാലങ്ങളെയും ഈ ലോകത്ത് ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ആ അല്ലാഹുവിനറിയാം ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനും അവരുടെ നന്മക്കും അവളുടെ നല്ല സ്ത്രീയുടെ അടയാളമായി കൊണ്ടും വിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുന്ന ഒരു ആയത്താണിത്. ഇനി വേറെ ഒരായത്ത് സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു തആല പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാതി, നബിയേ മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് നിങ്ങൾ പറയുക, അല്ലാഹുവിനെ അംഗീകരിക്കുന്ന സ്ത്രീകളോട്, ദൈവമില്ല എന്നോ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണ് എന്നോ അംഗീകരിക്കാത്ത ആളുകളോടല്ല, അല്ലാഹുവിനെ അംഗീകരിക്കുന്ന, നബിയെ അംഗീകരിക്കുന്ന ആളുകളോട്, സ്ത്രീകളോട് നബിയെ നിങ്ങൾ പറയുക, യഗ്ളുന മിൻ അബ്സാരിഹിൻ, അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തിക്കൊള്ളട്ടെ. ഈ ആയത്തിന്റെ മുകളിൽ പുരുഷന്മാരെ വിളിച്ചു പറയുന്നു, നിങ്ങളെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണം, സ്ത്രീകളിലേക്ക് നിങ്ങൾ നോക്കിപ്പോകരുത് എന്ന് പറഞ്ഞ ശേഷം അതിന്റെ തൊട്ടടുത്ത ആയത്തിലൂടെ പറയാണ്, വഖുല്ലിൽ മുഅ്മിനാതി, മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും പറയുക, അവർ അവരുടെ കണ്ണുകളെ താഴ്ത്തിക്കൊള്ളട്ടെ, വായി നോക്കാൻ പാടില്ല എന്നർത്ഥം. അവരുടെ ഗുഹ്യഭാഗത്തെയും അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. സ്ത്രീകളിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ മറ്റൊന്നും അവർ വെളിപ്പെടുത്തരുത്. പ്രത്യക്ഷമായതെന്ന് വെച്ചാൽ അതിന് വ്യാഖ്യാനം പലതുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മുഖം, മുൻകൈ, ഇത് പ്രത്യക്ഷമായ ഒരു ഭാഗമാണ്. ഇതല്ലാത്തതൊന്നും നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തരുതേ, വെളിവാക്കരുതേ. വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനകൾ, അവരുടെ മാറിന്റെ ഭാഗത്തേക്ക്, നെഞ്ചിന്റെ ഭാഗത്തേക്ക് അവർ താഴ്ത്തി ഇട്ടുകൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. സുന്ദരമായ വരികൾ. തലമറച്ചാൽ മാത്രം പോരാ, തലമറക്കണം, അവിടെ നിന്നുകൊണ്ട് അവരുടെ കഴുത്ത് മറക്കണം. ആ തലമറക്കുന്നതിന്റെ ഒരു ഭാഗം അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം. വിശുദ്ധ ഖുർആനിന്റെ എത്ര സുന്ദരമായ വചനങ്ങളാണ് ഇത്. എന്തിനു വേണ്ടിയാണ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. സ്ത്രീകളെ മാനിക്കുന്നത് കൊണ്ടാണ് കച്ചവടച്ചരക്കാക്കി ഇപ്പോൾ അവരുടെ ഒരു പരസ്യങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഒരു രണ്ടാം കിട ഒരു വസ്തുവല്ല സ്ത്രീ എന്ന് പറയുന്നത്. അവൾ മൂല്യമുള്ളവളാണ്. അവളെ നിങ്ങൾ ആദരിക്കണം, അവളെ നിങ്ങൾ മാനിക്കണം, മറക്കേണ്ട ഭാഗങ്ങൾ മറക്കണം. ഈ രീതിയിൽ മൂല്യത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര സുന്ദരമായ ആശയങ്ങളാണിത്, എത്ര സുന്ദരമായ വചനങ്ങളാണ് ഇത്. സ്ത്രീകളുടെ നന്മക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയകളിലൂടെ ഈ രണ്ട് ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ ഓരോ വീഡിയോസുകളും അല്ലെങ്കിൽ ചില ആളുകളുടെ വ്ളോഗുകളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഈ വ്ളോഗ് കൂടുന്നത് ശരീരത്തിന്റെ ഈ ഭാഗം പ്രദർശിപ്പിക്കുന്നത് കൊണ്ടാണ്. ഒന്നും വേണ്ട, ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ മാറിടത്തിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് ഇവിടേക്കൊന്ന് കാണിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കായ ആളുകൾ അത് കാണാനുണ്ട്. ഇതൊരു സത്യമല്ലേ, ഒരു യാഥാർത്ഥ്യമല്ലേ?
ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നിങ്ങളെ ആളുകൾ മോശപ്പെടുത്താതിരിക്കാൻ വേണ്ടി, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നിങ്ങൾ ആളുകൾ മോശമായി പറയാതിരിക്കാൻ വേണ്ടി ഈ ഭാഗങ്ങൾ നിങ്ങൾ മറച്ചോളണം എന്ന് ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കൽ അനിവാര്യമാണ്. നിർബന്ധമായും ഇത് മറച്ചിരിക്കണം. ലജ്ജ അത് ഇല്ലാത്ത ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാനില്ല. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ ഒരു സമൂഹത്തിൽ നിന്ന് എടുത്തുപോയാൽ അവിടെ ഈമാനില്ല എന്നതാണ് അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അടയാളങ്ങളിൽ ഒന്നാണ്. എന്റെ ശരീരമാണ്, ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്, അത് നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തുള്ള ഒരു നിയമമാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഓരോ വ്യക്തിക്കും ഏത് മതവും ആ മതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള അവകാശവും നമ്മുടെ ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തുണ്ട്. മുസ്ലിം മതവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തല മറക്കണമെന്നും മാറിടം മറക്കണമെന്നും അത് മറച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിമായിട്ടുള്ള ഒരാളോട് കൽപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാനുമുള്ള മൗലികമായിട്ടുള്ള അവകാശം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനുമുണ്ട്. അതാണ് അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാത്ത ആളുകൾ എന്റെ ശരീരം എന്റെ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊള്ളട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യന് അത് പറയാൻ പാടില്ല, അത് പറയാൻ അവകാശമില്ല. അത് പറയുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല, മുസ്ലിമാണ് എന്ന് പറയുന്നതിന് അർത്ഥവും ഇല്ല. അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും ശരി, ഇതൊക്കെ അന്ത്യനാളിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഇസ്ലാമികമായ ചട്ടക്കൂടിൽ ജീവിക്കൽ അവസാന കാലഘട്ടമാകുമ്പോൾ 70 ഷഹീദിന് തുല്യമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ത്യദിനത്തോടടുക്കുമ്പോ ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കൽ 70 ഷഹീദിന് നൽകുന്ന പ്രതിഫലമായിരിക്കും. അപ്പൊ അത്രത്തോളം പ്രയാസകരമായിരിക്കും എന്നാണ് അത് പറയുന്നത്. സ്കൂൾ തലങ്ങളിൽ നമ്മൾ പോകുമ്പോ അവിടെ തട്ടയിടാൻ പാടില്ല, താടി വളർത്തുമ്പോ അവൻ ഭീകരവാദിയാണ്. ഈ രീതിയിൽ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്നതായ ഒരു കാലഘട്ടം ഈ ലോകത്ത് വരും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വരിക തന്നെ ചെയ്യും. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ അത് വളരെ സത്യസന്ധമാണ്. ഏതൊരാളുടെ മുമ്പിലും അത് നമുക്ക് പറയാനും സാധിക്കണം. ഇതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ പറയുമ്പോൾ പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട്, എന്നാ പുരുഷന്മാരങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ, മതി. അത് തന്നെയാണ് വേണ്ടത്. പുരുഷന്മാരങ്ങോട്ട് നോക്കിയിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ സ്ത്രീയെയും പുരുഷനെയും അല്ലാഹു തആല സൃഷ്ടിച്ച ഒരു രീതിയുണ്ട്. അത് നമ്മൾ അറിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ പരതിയാൽ അറിയും. ഒരു പുരുഷന് എങ്ങനെയാണ് ആഗ്രഹം വരുന്നത്, ഒരു പുരുഷൻ എങ്ങനെയാണ് വികാരം വരുന്നത്. ലൈംഗികമായിട്ടുള്ള ക്ലാസുകൾ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ക്ലാസുകൾ തന്നെ ധാരാളമുണ്ട് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ. അതിൽ അവർ പറയുന്നത് ഒരു പുരുഷന് വികാരമുണ്ടാകുന്നത് കാഴ്ചയിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ പിശാചിന്റെ ഒന്നാമത്തെ അമ്പാണ് നോട്ടം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നോട്ടത്തെ സൂക്ഷിക്കണം. ഈ നോക്കുന്നതിനെ മറികടക്കാൻ പ്രകൃതിപരമായി ഒരു പുരുഷനെ ഈ രീതിയിൽ കണ്ടാൽ നോക്കുന്ന പ്രകൃതിയാണുള്ളത്, അത് മാറ്റാൻ കഴിയില്ല. പ്രകൃതി അങ്ങനെയാണ്. ആ പ്രകൃതിയെ മാറ്റം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അവൻ ആത്മീയമായിട്ട് ഉയരണം, അല്ല എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കഠിനമായിട്ടുള്ള ശിക്ഷ ഉള്ള ഒരു നാടാകണം. 12 മണിക്കും 2 മണിക്കൊക്കെ ഭയം കൂടാതെ രാത്രികൾ സഞ്ചരിക്കുന്നതായ നാടുകളുണ്ടല്ലോ നമ്മുടെ ലോകത്ത്.
അമുസ്ലിങ്ങളായ സഹോദരിമാര് പോലും അത് പറയാറുണ്ടല്ലോ. UAE-യിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഭയം കൂടാതെ രാത്രി 12 മണിക്കും 1 മണിക്കുമൊക്കെ ഒറ്റക്ക് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എന്തെങ്കിലും ചെയ്താൽ ശിക്ഷയുണ്ട് എന്ന ഭയമാണ്. കേവലം ആര് ചെയ്താലും പണത്തിന്റെയോ അധികാരത്തിന്റെയോ പേരിൽ രക്ഷപ്പെട്ടു പോവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പേടിയുണ്ട്. ഒന്നുകിൽ സൃഷ്ടാവിനെ പേടി വേണം, അല്ലെങ്കിൽ സൃഷ്ടികളെ പേടി വേണം. ഈ രണ്ട് പേടി കൊണ്ട് മാത്രമേ പ്രകൃതിയാലുള്ള ഒരു പുരുഷന്റെ ഈ ഒരു ദൗർബല്യത്തെ ഒന്ന് ഒതുക്കാൻ കഴിയൂ. അതിനൊതുക്കാൻ അങ്ങനെ കഴിയുള്ളൂ. ഒരാളെ ഇക്കിളിപ്പെടുത്തിയിട്ട് ചിരിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഇക്കിളിപ്പെടുത്തിയാൽ ചിരിക്കും. നല്ല ഒരു വാളംപുളി അല്ലെങ്കിൽ നല്ല ഒരു ഓറഞ്ച് പുളിയുള്ള ഒരു ഓറഞ്ച് വാളംപുളി എന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരു മനുഷ്യന്റെ വായയിൽ വെള്ളം വരും. അത് പ്രകൃതിയാണ്. അത് പുളി ഇങ്ങനെ കാണിച്ചു തന്നിട്ട് നിങ്ങളുടെ വായിൽ വെള്ളം വരാൻ പാടില്ല എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ്. അത് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അങ്ങനെ കാണിച്ചവരൊക്കെ നോക്കണമെന്നാണ് ഉസ്താദ് പറയുന്നത്. അല്ല, അങ്ങനെ കാണിച്ചാലും ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ധാർമ്മികത കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയണം. മുസ്ലിം അല്ലാത്ത ആളോ അവരെ ശിക്ഷ കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയണം. അല്ലാഹുവുമായിട്ടുള്ള ആ ധാർമ്മിക മൂല്യം കൊണ്ട് അതിലേക്ക് നോക്കാതിരിക്കാനും എത്ര കോപ്രായങ്ങൾ കാണിച്ച് ഡാൻസ് ചെയ്താലും അതിലേക്ക് നോക്കാതിരിക്കൽ ധാർമ്മികത കൊണ്ടുണ്ടാവാം. അതല്ല എങ്കിൽ ശിക്ഷയെ ഭയന്നുകൊണ്ടുണ്ടാകാം. അതല്ല എങ്കിൽ മനുഷ്യന്റെ പ്രകൃതിയാണത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഖുർആനും ഹദീസും നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ കാണാമല്ലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് രാജ്ഞി വിളിച്ചുകൊണ്ടുപോയി മഹാനവറുകളെ ചീത്തകാര്യം ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചപ്പോൾ മഹാനവറുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ധാർമ്മികത കൊണ്ടാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മലഞ്ചെരുവിൽ പോയി ആരും കാണാത്ത ഒരു ഗുഹയിലിരുന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു ജുറൈജ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു സുന്ദരിയായ പെണ്ണ് വന്ന് വിവസ്ത്രയായി ഒരു വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി വന്നു. ഇത് പ്രകൃതി ഒരു വികാരമില്ലാഞ്ഞിട്ടല്ല, ആ വികാരത്തെ ധാർമ്മികത കൊണ്ട് തോൽപ്പിച്ചവരാണ് പറഞ്ഞുവരും. അങ്ങനെ ആവണം ഒരു മുസ്ലിം. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രകൃതി പുരുഷനിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ചില നോട്ടങ്ങളിലൂടെയും കാണലുകളിലൂടെയും മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് തന്നെ ജീവിക്കണേ എന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനങ്ങളാണ്. വിമർശന ബുദ്ധി ഒഴിവാക്കി നല്ല മനസ്സോടുകൂടെ ഈ ആയത്തുകളെയും ഹദീസുകളെയും സമീപിച്ചാൽ ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും. തട്ടമിട്ടതിന്റെ പേരിൽ വിമർശിച്ച അതേ സ്കൂളിൽ അധ്യാപികയായിട്ടുള്ള ആ സ്ത്രീയുടെ തലയിൽ ഇതേ ശിരോവസ്ത്രമുണ്ട്. അതാണ് ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത്. ഈ തട്ടമിട്ടുകൊണ്ടാണ് തട്ടമിടാൻ പാടില്ല എന്ന് പറയുന്നത്. അവരുടെ ദൈവത്തിന്റെ പ്രതിവധുകളായി കാണുന്ന ആ സഹോദരിമാർക്ക് മൂല്യമുള്ളതുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റൊരാൾക്കും കാണിച്ചു കൊടുക്കരുത് എന്ന് അവർ ശ്രദ്ധിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പെണ്ണും മൂല്യമുള്ളതാണ്. അവളുടെ ശരീരത്തിന്റെ ഭാഗം അവളുടെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ല. അത് മൂല്യമുള്ള ഒരു സഹോദരിയുടെ സ്വഭാവമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെയുള്ളതായ ഒരു ചിന്തയും കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് നൽകുമാറാവട്ടെ. അത് മനസ്സിലാക്കാനും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാര്യമാരോടും മക്കളോടും ഒക്കെ ഈ ഒരു ഇസ്ലാമിക ചുറ്റുവട്ടത്തിലുള്ള ഒരു ജീവിത ശൈലി അവലംബിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ചിഹ്നങ്ങളെയും ആശയങ്ങളെയും ഒക്കെ എടുത്തു കളയാൻ ഈ രീതിയിലുള്ള ആളുകൾ വരുമ്പോ നമ്മൾ ജീവിതം കൊണ്ട് തന്നെ, ജീവിച്ചുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മറുപടി